ജനുവരി 29 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ കോൺസ്റ്റാൻസിയൂസും കൂട്ടരും രക്തസാക്ഷികൾ, വിശുദ്ധ അക്വിലിനൂസ്, വിശുദ്ധ സെർബല്ലൂസും ബാർബായായും, വിശുദ്ധ ബ്ലാത്ത്, വിശുദ്ധ ഡള്ളൻ ഫോർഗായി. വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ചും വിശുദ്ധ കോൺസ്റ്റാൻസിയൂസും കൂട്ടരെയും കുറിച്ചും ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പ 1058-1119 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പ ജീവിച്ചിരുന്നത്. മോന്തെ കസീനോയിൽ ഒരു ബെനഡിക്റ്റൻ സന്യാസിയായിട്ടാണ് ജലാസിയൂസ് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. പാസ്കൽ ദ്വിതീയൻ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി തൻ്റെ ചാൻസലറായി നിയമിച്ചു. 1118 അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സെൻസിയോ ഫ്രാഞ്ചിപ്പാനി തെരഞ്ഞെടുപ്പിൻ്റെ സാധുതയെ എതിർത്ത് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. റോമൻ പൗരന്മാർ മാർപ്പാപ്പയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് വത്തിക്കാനിലെത്തിച്ചു. ഹെൻറി അഞ്ചാമൻ മാർപ്പാപ്പയെ പിടിച്ചുകൊണ്ടുപോകുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ചക്രവർത്തി മോറിസ് ബുർദിനെ എതിർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. അദ്ദേഹം 3 കൊല്ലം വാണു. ജലാസിയൂസ് മാർപ്പാപ്പ റീംസിൽ ഒരു സുന്നകദോസ് വിളിച്ചുകൂട്ടാൻ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലൂണിയിൽ വെച്ച് പനി പിടിപെട്ട് മരിച്ചു. കർദിനാൾ ബറോണിയൂസ് പറയുന്നത്, രക്തസാക്ഷികളല്ലാതെ മറ്റാരും തിരുസഭയ്ക്ക് വേണ്ടി ഈ മാർപ്പാപ്പയെ പോലെ സഹിച്ചിട്ടില്ല എന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവവും അവിടുത്തെ തിരുവിഷ്ടവും സദാ നമ്മുടെ ദൃഷ്ടിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഏക ആഗ്രഹവും ലക്ഷ്യവും നടപ്പിലാക്കാൻ. ഇന്നേ ദിവസം വിശുദ്ധ കോൺസ്റ്റാൻസിയൂസിനെയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരെയും കൂടി അനുസ്മരിക്കാം. റോമൻ രക്തസാക്ഷി ശാസ്ത്രം ഇന്ന് ഇങ്ങനെ വായിക്കുന്നു: പെറുഗിയിൽ വിശുദ്ധ കോൺസ്റ്റാൻസോ ബിഷപ്പും രക്തസാക്ഷിയും തൻ്റെ സഹചാരികളോടൊപ്പം മാർക്കസ് ഔറേലിയോ ചക്രവർത്തിയുടെ കീഴിൽ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനായി രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടം സ്വീകരിച്ചു. 2-ാം നൂറ്റാണ്ടിലാണ് കോൺസ്റ്റാൻസിയസ് ജീവിച്ചിരുന്നത്. ദരിദ്രരോടുള്ള തീഷ്ണതയും ഔദാര്യവും അതിനോടൊത്ത് വളരെ ത്യാഗപൂർണമായ ജീവിതവും കൂടിച്ചേർന്നതിനാൽ പെറുജിയൻ പള്ളിയിൽ ഉടനടി സ്വയം വേറിട്ട് നിൽക്കുന്ന ഒരു യുവ ക്രിസ്ത്യാനിയായി മാറി അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ വെറും 30 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹം വിവേകിയായിരുന്നു, അപ്പസ്തോലറ്റിൽ ജ്ഞാനിയുമായിരുന്നു, ദാനധർമ്മങ്ങളിൽ പക്വതയുള്ളവനായിരുന്നു, അധികാരത്തിൽ ഉറച്ചു നിൽക്കുന്നവനുമായിരുന്നു. കൂടാതെ അദ്ദേഹം ഒരു പ്രൂഡൻഷ്യൽ ബിഷപ്പാണെന്ന് തെളിയിക്കുകയും ചെയ്തു. മാർക്കസ് ഔറേലീസിൻ്റെ പീഡനത്തിൻ്റെ പ്രയാസകരമായ വർഷങ്ങളിൽ അദ്ദേഹം എല്ലാ വിശ്വാസികളെയും ഒരുമിച്ച് നിർത്തി അതിനെതിരെ പോരാടി. ചക്രവർത്തി കർത്താവിലുള്ള വിശ്വാസം ആശ്ലേഷിച്ചു എന്ന കുറ്റം ചുമത്തി ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും ചെയ്തു. അവൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് ചക്രവർത്തി പറഞ്ഞു. റോമൻ ബാത്തസിൻ്റെ കാലിഡേറിയത്തിൽ അദ്ദേഹത്തെ പൂട്ടിയിട്ടു. അവിടെ മാന്യരും പരിഷ്കൃതരുമായ പൗരന്മാർ ആവിയിൽ കുളിച്ചു. കാലിഡാരിയം അടുപ്പിലെ താപനില വളരെ കൂട്ടിയെങ്കിലും കോൺസ്റ്റാൻസിയസ് മാരകമായ കുളിയിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൻ്റെ രക്ഷിതാക്കളെ പരിവർത്തനം ചെയ്യാനുള്ള കൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദ്യമായി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വീണ്ടും സായുധനായി ചൂടുള്ള കനലിൽ നടക്കാൻ വിധിക്കപ്പെട്ടു. എന്നാൽ ഇതിനോ മറ്റു പീഡനങ്ങൾക്കോ അവൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നില്ല. അത്ഭുതകരമായി മോചിപ്പിക്കപ്പെടുകയും 3ാമതും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അത്തരുണത്തിൽ അദ്ദേഹത്തിനോട് കൂടെ ചേർന്ന് പ്രവർത്തിച്ച എല്ലാ ക്രിസ്ത്യാനികളും മാർക്കസ് ഔറേലിയസിൻ്റെ കാലത്ത് ഒരുമിച്ച് കുരുതി കഴിക്കപ്പെട്ടു. എന്നാൽ ഏകദേശം 170 വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ടാണ് വിശുദ്ധ കോൺസ്റ്റാൻസിയൂസ് മരിച്ചത്. വിശുദ്ധ ജലാസിയൂസ് മാർപ്പാപ്പായെ, വിശുദ്ധ കോൺസ്റ്റാൻസിയൂസെ, ഞങ്ങളുടെയും തിരുസഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ത്യാഗപൂർണമായ ജീവിതം നയിച്ച് സ്വന്തം വിശ്വാസത്തെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി പോരാടുവാനുള്ള മനസ്സും ധൈര്യവും നൽകുവാനും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.